നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത മാസം ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അടുത്ത മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിലുള്ള ടീമുകളെക്കുറിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ സ്ക്വാഡിനെക്കുറിച്ച് ഓരോ കോച്ചുമാരും ചിന്തിക്കുന്ന സമയമാണിത്. സമീപകാലത്തെ ബ്രസീലിൻ്റെ മോശം പ്രകടനങ്ങൾക്കൊരു കാരണം അവരുടെ മധ്യനിരയുടെ മികവില്ലായ്മയാണ്. അവർക്ക് വിശ്വസിച്ച് മധ്യനിര ഏൽപ്പിക്കാവുന്ന ഒരു മധ്യനിര താരം യൂറോപ്യൻ ഫുട്ബോളിൽ ഇപ്പോൾ പന്ത് തട്ടുന്നുണ്ട്. മറ്റാരുമല്ല, അറ്റ്ലാൻ്റയുടെ എഡേഴ്സൺ. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ബോൾ റിക്കവറീസ് നടത്തിയതിൻ്റെ കണക്കിൽ അദ്ദേഹം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അറ്റ്ലാൻ്റയുടെ കുതിപ്പിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെയും അറ്റ്ലാൻ്റ കിടിലൻ വിജയം നേടിയിട്ടുണ്ട്. എന്തായാലും എഡേഴ്സൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. നോക്കുക, 25 വയസ്സാണ് എഡേഴ്സനുള്ളത്. ഓൾറെഡി അദ്ദേഹം ബ്രസീലിന് വേണ്ടി 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇന്നലെ 5-0 അറ്റ്ലാൻ്റ വിജയിച്ച് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കുക. ഗോളടിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ 34 കളികൾ അദ്ദേഹം ഈ സീസണിൽ അറ്റ്ലാൻ്റയ്ക്ക് വേണ്ടി കളിച്ചിട്ട് 4 ഗോളുകൾ 1 അസിസ്റ്റ്, അത് ബോണസായി കൂട്ടിയാൽ മതി. 181 ബോൾ റിക്കവേർഡ് 181 എതിരാളികളിൽ നിന്ന് ബോൾ തട്ടിയെടുത്തതിൻ്റെ കണക്കാണത്. അതുപോലെ 34 ഇൻ്റർസെപ്ഷൻസ്, 65% ലോങ് പാസ് ആക്യുറസി, 59 ഫൗൾസ് അദ്ദേഹം സഫർ ചെയ്തിട്ടുണ്ട്. മിന്നും പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. sofascore.com റേറ്റിംഗ് 7.18 ആണ്. തീർച്ചയായിട്ടും ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയെടുക്കുമ്പോൾ മധ്യനിരയിൽ പ്രധാനപ്പെട്ട റോള് എഡേഴ്സൺ ഉണ്ടാകും. എഡേഴ്സണിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.